കോഴിക്കോട് മലാപ്പറമ്പ് എന്നുള്ള ദൃശ്യമാണ്. നമ്മുടെ സർവീസ് റോഡൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് തുറന്നു കൊടുത്ത കാഴ്ചയാണ്. എന്ത് രസമാണല്ലേ. കംപ്ലീറ്റ് വർക്ക്. എന്താണ് പട്ടി റോഡിൻ്റെ നടുവിൽ ഹൈവേ ആണ് ഇത്. പറമ്പിൽ ബസാറിലേക്ക് പോകുന്ന ജംഗ്ഷനാണ് ഇത്. ഇവിടെ 2 അണ്ടർ പാസ് വെച്ച് ഒന്നിച്ചുണ്ട്. നല്ല അടിപൊളിയായി കിട്ടാണ്. അപ്പം നമ്മൾ മാളിക്കടവ് ആ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴുള്ള കാഴ്ച കേട്ടാ. പട്ടികളെ ഇത് മെയിൻ റോഡാ, അടിച്ച് നിരന്നു പോകും. നമ്മൾ സർവീസ് റോഡിൽ അതിനിടയിൽ വാഹനം പാർക്കിങ്ങിൻ്റെ സ്ഥലം കണ്ടെത്തി. ആകെ സർവീസ് റോഡിൽ അത്ര സ്ഥലമുള്ളൂ. അതിനകത്ത് ഒരു ട്രാക്കിൽ ഒരു ട്രക്ക് അല്ലെ ഒരു ലോറി വന്ന് പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെ കോഴിക്കോട് നിന്നുള്ള 6 വരിപ്പാതയും സർവീസ് റോഡിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള രാത്രികാല കാഴ്ചയാണിത്. വളരെ മനോഹരമായിരിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ. ഒന്നുകൂടി സർവീസ് റോഡിൽ അല്പം വെളിച്ചം കുറവാണോ എന്ന സംശയമുണ്ട്. ഇനിയിപ്പം ടോളൊന്നും കൊടുക്കാതെ നിങ്ങൾ സർവീസ് റോഡിലൂടെ ഓടുകയല്ല, അത്രയൊക്കെ മതി. അറിയില്ല. എന്തായാലും നമ്മൾ 6 വരിയിൽ നല്ല വെളിച്ചമുണ്ട്. സർവീസ് റോഡിൽ അല്പം കുറവാണ്. കണ്ടോ, അവിടെയും ഒരു വണ്ടി പാർക്ക് ചെയ്താണ്ടോ, വലിയ ടോറസ് വാഹനം. അപ്പോൾ നമ്മളെ പുതിയ ദേശീയപാതയിൽ ഓട്ടോറിക്ഷ, ബൈക്ക് തുടങ്ങിയവർക്ക് കോഴിക്കോട് ജില്ലയിൽ പ്രവേശനം ഇല്ല ആണ് പുതിയ അപ്ഡേറ്റ്സ്. എന്നിരുന്നാലും വാഹനങ്ങളൊക്കെ പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. സർവീസ് റോഡിൽ ഒരു ട്രാക്ക് വരഞ്ഞപ്പോൾ അടുത്ത ട്രാക്ക് ഡ്രൈനേജിൻ്റെ സ്ലാബും എല്ലാം കൂടിയിട്ടുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്കിൽ ഓട്ടോറിക്ഷ ബൈക്ക് പോകാൻ കുറച്ച് പാടാണ്. കാരണം ഫസ്റ്റ് ട്രാക്കിൽ ഒരു വീല് ഡ്രൈനേജിൻ്റെ സ്ലാബിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയാലാണ് സർവീസ് റോഡ് പൂർത്തിയാവുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ ആയിട്ട് നമ്മൾ ഗോപ്രോ വീഡിയോസ് ഒന്നും ചെയ്യലില്ലായിരുന്നു. കാരണം ഡ്രോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രോൺ താൽക്കാലികമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോപ്രോ വീഡിയോയിലാണ്. അപ്പോൾ നമ്മൾ ഡ്രോണിലേക്ക് തിരിച്ചു വരും. കാരപ്പറമ്പ് മാളിക്കടവ് ജംഗ്ഷൻ, ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജിൻ്റെ ഉള്ളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ സംഗതി ഗംഭീരമാണ്. അടുത്ത കുണ്ടുപറമ്പിലേക്ക് പോകുന്ന ജംഗ്ഷനാണ്. കുണ്ടുപറമ്പിലേക്ക് പോകുന്ന ജംഗ്ഷനിലും സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അണ്ടർ പാസേജ് ആണ്. വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലേക്ക് എൻട്രി ചെയ്യാൻ എപ്പോഴും സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർണിംഗ് ലൈറ്റാണ് ഇവിടെ നമ്മൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷനാണ് പതുക്കെ പോകുക എന്നുള്ളതിൽ. പിന്നെ ഒരു ഹമ്പ്, അതിൻ്റെ പുറമെ ഒരു ഹമ്പും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ പുതിയ അപ്ഡേറ്റ്സ്. ഇവിടെ സ്പീഡ് ക്യാമറ, ഒരു സ്പീഡ് നമ്മൾ 6 വരി പാതയിൽ നമ്മളെ സ്പീഡ് മോണിറ്റർ ചെയ്യുന്ന ഒരു ക്യാമറ ഇവിടെ ഉണ്ട്. സർവീസ് റോഡിൽ ബാധകമല്ല. സർവീസ് റോഡിൽ ക്യാമറ ഇല്ല. 6 വരിയിൽ നല്ല അതിഗംഭീരമായിട്ടുള്ള ക്യാമറ ഉണ്ട്. ഇവിടെയാണ് ക്യാമറ ഉള്ളത്. അപ്പോൾ ഓരോ വാഹനത്തിൻ്റെയും സ്പീഡ് ആ ക്യാമറ മോണിറ്റർ ചെയ്യും. പക്ഷേ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു, അത് അത്രത്തോളം എഫക്റ്റീവ് അല്ല. എല്ലാ വാഹനവും കറക്റ്റ് മോണിറ്റർ ചെയ്യാൻ ക്യാമറക്ക് സാധിക്കുന്നില്ല. പിന്നെ ഈ ക്യാമറയിലെ വീഡിയോ ഒക്കെ ഡ്രോൺ ഷൂട്ടിന് പകരം ഗോപ്രോയിലെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളെ പഴയകാല യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള ആ ഒരു നെസ്റ്റാൾജിക് ഫീലിങ്സാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ക്യാമറയിലോട്ടേക്ക് വന്ന വഴി മറക്കരുത് നമ്മൾ പറഞ്ഞില്ലേ, പറയാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ വന്ന വഴി മറക്കാതിരിക്കുന്ന ഒരു കാഴ്ച. സർവീസ് റോഡ് 2 വേ ആണ്. അപ്പോൾ 2 വേ ആയതുകൊണ്ട് വാഹനങ്ങൾ തിരിച്ചും വരുന്നുണ്ട്. 1 വേ ആണെന്ന് കരുതിയിട്ട് ആരും മസിൽ പിടിക്കണ്ട. ഓപ്പോസിറ്റിന് വരുന്ന വാഹനത്തിന് നീ എന്തിനാ ഇതിലെ കയറി വരുന്നത്, നിൻ്റെ വഴിയല്ലല്ലോ എന്നുള്ള രീതിയിൽ മസിൽ പിടിക്കണ്ട. അവിടെയൊക്കെ നമ്മുടെ ഫുട്പാത്തിൻ്റെ ഭാഗത്ത്
സൈഡിൽ ഗ്രിൽസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുട്പാത്തിൻ്റെ ഭാഗത്ത് ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പരുവത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മളെ വടകര വെങ്ങള ബീച്ചിലെ വർക്കാണ് കാര്യമായിട്ട് കഴിയാൻ ബാക്കിയുള്ളത്. എന്നിരുന്നാലും പയ്യോളി ഭാഗത്തൊക്കെ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോഡിലൂടെ പോകുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് മടുത്ത ജംഗ്ഷൻ. മടുത്ത ജംഗ്ഷൻ നമ്മളെ എഴഞ്ഞിക്കൽ മുഖവൂര് ഭാഗത്തേക്ക് പോകുന്ന ജംഗ്ഷനാണിത്. അപ്പോൾ അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജിലും സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനടിയിലും ഒരു അണ്ടർ പാസേജിനകത്തും ഒരു ഫുട്പാത്ത് ഉണ്ട്. ഇതാണ് പുതിയ അപ്ഡേറ്റ്സ് മക്കളെ. നമ്മൾ മലാപ്പറമ്പ് മുതൽ വടകര വരെ എത്തുമ്പോൾ അതിനിടയിൽ വെങ്ങളം വരെ നമുക്കൊരു പക്ഷേ കാണിക്കാം. വെങ്ങളം കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ വടകര വരെയുള്ള ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനിലെ പുതിയ മാറ്റങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും പിശുക്ക് കാണിക്കണ്ട. ഓക്കെ, പൂളാടിക്കുന്ന് ജംഗ്ഷനാണ് കേട്ടോ ഇത്. പൂളാടിക്കുന്ന് ജംഗ്ഷനാണ് എന്ന് നമുക്ക് തിരിയില്ല. ആ രീതിയിൽ മാറ്റങ്ങൾ വന്ന പൂളാടിക്കുന്ന് ജംഗ്ഷനൊക്കെ റോഡൊക്കെ ഉയർന്നതിന് ശേഷം പൂളാടിക്കുന്ന് ജംഗ്ഷനാണെന്ന് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ വമ്പിച്ച മാറ്റം വന്നത് പൂളാടിക്കുന്ന് ജംഗ്ഷൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ച. പൂളാടിക്കുന്ന് ലെഫ്റ്റ് സൈഡിലെ വീടിൻ്റെ ഗേറ്റിലെ ലൈറ്റ് ദേശീയപാതക്ക് ഒരു ആശ്വാസമാണ്. അടുത്ത ജംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ചെറുകുളം എരിഞ്ഞിക്കൽ ഭാഗത്തേക്ക് പോകുന്ന ജംഗ്ഷനാണ്. ഇവിടെയും അണ്ടർ പാസേജിനടിയിലൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുട്പാത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒന്നും കാര്യമായിട്ട് ഫുട്പാത്തില്ല കേട്ടോ. ചെറിയ ഒരു ജസ്റ്റ് നടക്കാനുള്ളൊരു സംവിധാനമേ ഉള്ളൂ. കാര്യമായിട്ട് ഫുട്പാത്ത് എന്ന് പറയുന്ന രീതിയിലുള്ള സംവിധാനമൊന്നുമില്ല. അപ്പോൾ ആ ഫുട്പാത്ത് കുറഞ്ഞ ഭാഗത്തൊക്കെയാണ് ഈ ഗ്രിൽസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ റോഡിൽ ഇറങ്ങിയിട്ട് ആളുകൾ നടന്നു പോകുമ്പം അപകടം സംഭവിക്കണ്ട എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മൾ ആ പൂളാടിക്കുന്ന് ഭാഗത്തു നിന്നുള്ള എലിവേറ്റഡ് ഹൈവേയുടെ ചുവട്ടിലൂടെയുള്ള സർവീസ് റോഡിലൂടെയാണ് യാത്ര ചെയ്തു പോകുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം റോഡിന് നല്ല വീതിയുണ്ട് കേട്ടോ. ഈ എലിവേറ്റഡ് ഹൈവേ കിടക്കുന്ന ഭാഗത്ത് റോഡ് കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം പില്ലറിൻ്റെ മുകളിൽ പോകുമ്പോൾ കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. വെങ്ങളം ഭാഗത്തേക്കാണ് വെങ്ങളം ഭാഗത്തേക്ക് വാഗാടിൻ്റെ റീച്ചിലേക്ക് നമ്മൾ പോവാണ്. സർവീസ് റോഡ് ഇവിടെ എൻഡാണ്. വെങ്ങളം റീച്ചിൻ്റെ ഒരു നമ്മളെ കോരപ്പുഴ പാലം ഉണ്ടല്ലോ, ആ കോരപ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് സർവീസ് റോഡ് എൻഡായി കോരപ്പുഴ പാലത്തിലൂടെയാണ് കടന്നു വന്നത്. അപ്പം ഇവിടെയൊക്കെ 6 വരിയിലൂടെ ഓട്ടോറിക്ഷയും കാറും ഒക്കെ കയറാതെ വേറെ നിർവാഹമില്ല. അപ്പം നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ തന്നെ രാത്രിയായതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. കുറേയായി നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് എത്രയോ കാലമായി. നമ്മൾ 6 വരിപ്പാത, വിശാലമായി കിടക്കുന്ന 6 വരിപ്പാത. നമ്മൾ നേരത്തെ പറഞ്ഞ കോരപ്പുഴ പാലം എത്തിയിട്ടില്ല. കോരപ്പുഴ പാലത്തിന് മുന്നേ ഉള്ള പാലം ഏതായിരുന്നു? മാമ്പുഴയല്ല, പേരൊക്കെ മറന്നുപോയി. കോരപ്പുഴ പാലം എത്താൻ പോകുന്നേ ഉള്ളൂ.
നമ്മളെ കോരപ്പുഴ പാലം ഇതാണ്. അല്ലേ? ഒരു കിലോമീറ്റർ കഴിഞ്ഞ് എക്സിറ്റ് ഉണ്ടല്ലോ. ഈ ഭാഗത്ത് ഹോട്ടലുള്ളത് കൊണ്ട് ഇവിടെ ഫസ്റ്റ് ട്രാക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാക്കി. കുറവുണ്ട് കേട്ടോ. നേരത്തെ വ്യാപകമായിട്ട് പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. ഫുള്ള് ട്രാക്കൊക്കെ മാർക്ക് ചെയ്ത് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ച് എല്ലാം ഫുള്ള് സെറ്റായിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളെ വടകരയൊക്കെ ഏത് കാലാവുക. അപ്പം വിദേശത്തുനിന്ന് വീഡിയോ കാണുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് സ്ഥലത്തിൻ്റെ ഒന്ന് കമൻ്റ് ഇടുക. എവിടെ നിന്നാണ് കാണുന്നത് എന്നുള്ളത്. നാട്ടിൽ നിന്ന് കാണുന്ന ആളുകളും മോശക്കാരൊന്നുമല്ല. നാട്ടിലുള്ള ആളുകൾക്കും കമൻ്റ് ഇടാം. ഇവിടെ നിന്ന് അങ്ങ് എക്സിറ്റ് ആയിട്ടാണ്. വെങ്ങളം ഭാഗത്തേക്ക് എക്സിറ്റായി. കോരപ്പുഴ പാലം കഴിഞ്ഞിട്ട് വെങ്ങളം ഭാഗത്തേക്ക് നമ്മൾ എക്സിറ്റായി. വെങ്ങളം സർവീസ് റോഡാണ്. സർവീസ് റോഡിലെ കാഴ്ച, രാത്രികാല കാഴ്ച. നമ്മളെ വെങ്ങളം ജംഗ്ഷനാണിത്. ഇവിടെ ഒരു ലൈറ്റൊക്കെ, സിഗ്നൽ ലൈറ്റൊക്കെ വെക്കാം. ലൈറ്റുണ്ട്, എന്നാലും എന്നോട് വേണം. വെങ്ങളം കഴിഞ്ഞുള്ള പ്രദേശം എന്ന് പറഞ്ഞ പ്രദേശമാണ് ചേമഞ്ചേരി ഭാഗത്തുള്ളതാണ്. ചേമഞ്ചേരി ഭാഗത്ത് 6 വരിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റ് യുദ്ധകാല അടിസ്ഥാനത്തിൽ വെക്കണം. കാരണം വെച്ചാൽ വെളിച്ചം വളരെ കമ്മിയാണ്. റോഡ് അപകടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 6 വരി തുറന്നു നോക്കിയിട്ട് വരില്ല. സ്ട്രീറ്റ് ലൈറ്റ് വേണം. അത് എത്രയും പെട്ടെന്ന് നോക്കും തോന്നുന്നു. സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഓൺ ചെയ്യാനുള്ള സംവിധാനമാണ് ചെയ്യേണ്ടത്. അടുത്ത നമ്മളൊരു വെങ്ങളം കഴിഞ്ഞിട്ടുള്ള പ്രദേശം രാത്രി ആയതുകൊണ്ട് കൂരാക്കൂരി ഇരുട്ടാണ്. വാഹനത്തിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണിയാണ് നടക്കാനുള്ളത്. നമ്മളെ വെങ്ങളം റീച്ച്, പാകാടിൻ്റെ റീച്ച്, അദാനിയുടെ റീച്ചിലെത്തിയതിൻ്റെ കാഴ്ച കണ്ടോ നിങ്ങൾ? റോഡൊക്കെ ഒന്ന് ഇരുടാ പിടിച്ച് കൂരാക്കൂരി ഇരുടായി. കൂരാക്കൂരി എന്താ പറയുക, ഇരുട്ടിൻ്റെ ദേശീയവാദിയായി. വെളിച്ചമൊന്നുമില്ല, സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല. എന്തോ ഒരു ഉൾനാടൻ ഏതോ ഒരു നരകത്തിലേക്ക് പോകുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആയി. കുണ്ടും കുഴിയും അമ്പും, അതേപോലെ തന്നെ പൈപ്പ് ഡ്രെയിനേജിൻ്റെ സ്ലാബ് പൊട്ടിയതും കുറേ പൈപ്പുകളും, അങ്ങനെല്ലാം കൂടി ഒരു പരീക്ഷണമാണ്. നരകത്തിലേക്ക് പോകുന്ന പോലെയുള്ള ഒരു പരീക്ഷണം. ആ പരീക്ഷണം ഒരുപാട് ദേശീയപാതയിൽ ഒരുപാട് പരീക്ഷണങ്ങളിങ്ങനെ നേരിട്ട് കൊണ്ടുവേണം നമ്മൾ വടകരയിലെത്താൻ. ഇവിടെ വെളിച്ചമുള്ളത് നമ്മളെ കടകളുടെ വെളിച്ചാണ്, ബിൽഡിങ്ങിൻ്റെ വെളിച്ചാണ് കാര്യമായിട്ടുള്ളത്. പണി കഴിഞ്ഞിട്ടില്ല, എന്നാലും പണി വളരെ മന്ദഗതിയിലായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നത്. അതേ സ്ഥാനത്ത് കോഴിക്കോടൊക്കെ എന്ത് സുഖമാണ് ഇവിടെയുള്ള കാഴ്ച കാണുമ്പോൾ.